ഡിയർ സ്റ്റുഡൻസ്, വിന്നേഴ്സ് അക്കാഡമിയുടെ +2 ആപ്ലിക്കേഷൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അയച്ചു തന്നിട്ടുള്ള ഈ മെസ്സേജ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ക്രോം എന്നിവ അപ്ഡേറ്റ് ചെയ്യുക. 3 ആപ്ലിക്കേഷൻസും സെപ്പറേറ്റ് ആയിട്ട് അപ്ഡേഷൻ നടത്തണം. ശേഷം താഴെയുള്ള ലിങ്ക് ഉപയോഗിച്ച് ഗൂഗിൾ ക്രോം വഴി ഓപ്പൺ ചെയ്യുക. ചിലപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ക്രോം അല്ലാത്ത മറ്റു ബ്രൗസറുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആവും. അത് തടയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക. ശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് അടിച്ചിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ താഴെ +2 ക്ലാസ് റൂം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലായിട്ട് ഇൻസ്റ്റാൾ WA+2 എന്നുള്ളത് കാണാം. അവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയാൽ ഇവിടെ ആപ്പ് ഇൻസ്റ്റാൾഡ് എന്നുള്ളത് കാണാം. ഓക്കെ, നേരെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യും. സെക്യൂരിറ്റി സ്കാനും മറ്റൊക്കെ കഴിഞ്ഞ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓപ്പണായി വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുക. ഇവിടെ നമ്മുടെ ഹോം ബട്ടൺ ഉണ്ട്. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിന്നേഴ്സ് അക്കാഡമിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് തന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, NIOS SSLC +2 അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ്, ഡിഗ്രി കോഴ്സ് ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെയുണ്ട്. +2 ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ശേഷം NIOS +2 ഡീറ്റെയിൽസ് ഇൻ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. ഞാൻ മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ +2 പഠിച്ചു കഴിഞ്ഞാലുള്ള ഓരോ കാര്യങ്ങളും അതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ, വാല്യൂ, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. ബാക്കിലോട്ട് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ ബാക്കിലോട്ട് വന്ന് +2 ക്ലാസ് റൂം എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ +2 ക്ലാസ് റൂം ഓപ്പൺ ആവും. ഓക്കെ, ഇവിടെ +2 ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ലാസ്സും ഇവിടെ കാണാൻ പറ്റും. ഇംഗ്ലീഷ് ക്ലാസ്, മലയാളം, അറബി, ഹിന്ദി, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്സ്, ബിസിനസ്, അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇവിടെയാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ ഉള്ള ക്ലാസ് റൂം ഉള്ളത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ ടൈം ഷെഡ്യൂൾ. ഫസ്റ്റായി ഞാൻ ടൈം ഷെഡ്യൂൾ ഓപ്പൺ ചെയ്യുന്നു. ടൈം ഷെഡ്യൂളിൽ +2 ഏപ്രിൽ ബാച്ച് ചാപ്റ്റർ ഷെഡ്യൂൾഡ്. ഏപ്രിൽ ബാച്ചിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഏപ്രിൽ ബാച്ച് ആയിരിക്കും. അവർക്കുള്ള ടൈം ഷെഡ്യൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ ഒക്ടോബറിൻ്റെതുണ്ട്. ഏപ്രിലിൻ്റെത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. മന്ത്ലി ചാപ്റ്റർ ടാർഗറ്റ് ഓഗസ്റ്റ് ടു ജാനുവരി. ഓഗസ്റ്റ് മുതൽ ജാനുവരി വരെയുള്ള മാസങ്ങളിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുമ്പോൾ ഓരോ സ്ട്രീമിലും ഇവിടെ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് സ്ട്രീം കൊടുത്തിട്ടുണ്ട്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എന്നുള്ളത്. അതിൻ്റെ ലാംഗ്വേജുകളും അതുപോലെ ഇപ്പുറത്ത് ഇംഗ്ലീഷ്, മലയാളം ഓരോ സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണെങ്കിൽ മന്ത്ലി ഗോൾ ഓരോ മാസവും നിങ്ങൾ 3 ചാപ്റ്റർ വീതം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 6 മാസം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് 16 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടലി 16 ചാപ്റ്ററാണുള്ളത്. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ മാസവും 3 ചാപ്റ്റർ വീതവും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് ടോട്ടൽ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ സബ്ജക്റ്റും അതിലേതൊക്കെ എത്ര ചാപ്റ്റർ ഓരോ മാസവും തീർക്കണം എന്നുള്ളത് 3.5 3.5 ചാപ്റ്റർ കെമിസ്ട്രി തീർക്കണം. അങ്ങനെ ടോട്ടലായിട്ട് 20 ചാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര ചാപ്റ്റർ ടോട്ടലായിട്ടുണ്ട് എന്നുള്ളതും ഓരോ മാസത്തിലും എത്ര തീർക്കണം എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ നമ്മൾക്ക് ഓൾ റിവിഷനാണ്. എല്ലാ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സും റിവിഷൻ ചെയ്യാനായിട്ട് ഫുള്ളായിട്ടൊരു മാസം നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട്
ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് മന്തിൽ മോഡൽ എക്സാം വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വിന്നേഴ്സ് അക്കാഡമി നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഒക്കെ ഓൺലൈനായിട്ട് എക്സാം നടത്തും. ആ കൃത്യ ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വാട്സപ്പ് ത്രൂ അയച്ചു തരും. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് നിശ്ചിത ടൈം തരും. അപ്പോഴേക്കും നിങ്ങൾ A4 ഷീറ്റിൽ അതിൻ്റെ ആൻസേഴ്സുകളൊക്കെ എഴുതി PDF ആക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് ത്രൂ അയച്ചു തരും. അങ്ങനെയാണ് ഓൺലൈൻ എക്സാം വരുന്നത്, മോഡൽ എക്സാം. അത് കഴിഞ്ഞ് ഏപ്രിൽ മന്തിലാണ് പബ്ലിക് എക്സാം വരുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ, സയൻസ് സ്ട്രീമിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. അത് മാർച്ച് മന്തിൽ തന്നെയാണ് വരിക. ഈ മോഡൽ എക്സാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം അവിടെ നിങ്ങൾക്ക് നൽകുന്ന സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അവിടേക്ക് പോകുമ്പോൾ റെക്കോർഡ് ബുക്ക് എഴുതി തയ്യാറാക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ടും നമ്മുടെ ഗ്രൂപ്പ് വഴിക്ക് അതാത് സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയിക്കും. ഓരോ മാസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അതാത് മാസത്തിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. തൊട്ടുതായി ഒക്ടോബർ ബാച്ചിൻ്റെതാണ്. ഒക്ടോബർ ബാച്ചിൽ ഇതേപോലെ തന്നെയാണ്, ഫെബ്രുവരി ടു ജൂലൈ ആണ് വരുന്നത്. ഓക്കെ, ഞാൻ ബാക്കിലോട്ട് വരുന്നു. ഓരോ ക്ലാസ് റൂമും നിങ്ങൾക്ക് ഇവിടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തൊട്ട് മുകളിൽ കാണുന്നുണ്ട്. ഇവിടെ 2024 ഏപ്രിലുള്ള പബ്ലിക്കിൻ്റെ മോഡൽ എക്സാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി അതെങ്ങനെ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇവിടെ കാണാൻ പറ്റും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞാണ്ട് ഓരോ ചാപ്റ്റേഴ്സിലും കാണാൻ പറ്റും. ഈ ഓപ്ഷണൽ മൊഡ്യൂളിൽ ഞാനൊരു ക്ലാസ് റൂം ഓപ്പൺ ആക്കി കൃത്യമായിട്ട് കാണിച്ചു തരാം. സോഷ്യോളജി ഓപ്പൺ ചെയ്യുന്നു. സോഷ്യോളജി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ഇവിടെ സോഷ്യോളജി MP3 ക്ലാസ്സസ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ MP3 ക്ലാസ്സിലോട്ട് പോകുന്നതാണ്. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ചിലപ്പോൾ അത് ഗൂഗിൾ ഡ്രൈവ് വഴിയാണോ ഗൂഗിൾ ക്രോം വഴിയാണോ ഓപ്പൺ ആക്കേണ്ടത് എന്ന് ചോദിക്കും. അവിടെ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. ഇത് കൃത്യമായിട്ട് 1, 2, 3, 4, 5, 6 ഇങ്ങനെ തുടർച്ചയായിട്ടല്ല ചാപ്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ തന്നെ ഫസ്റ്റ് 3 വന്നിട്ടുള്ളത്. ഈ 3 ആകുമ്പോൾ 1ഉം 2ഉം ചാപ്റ്റേഴ്സ് നമ്മുടെ തിയറി എക്സാമിനില്ല, അത് നമ്മുടെ അസൈൻമെൻറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇവിടെ ആ ഒരു ചാപ്റ്റേഴ്സ് അതിൻ്റെ MP3 ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MP3 പ്ലേ ആവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡും മറ്റു കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് മിനിമൈസ് ചെയ്തിട്ട് നേരെ നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് വരാനും പറ്റും. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോസ് ചെയ്ത് പ്ലേ ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് പ്ലേ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, ആ ഒരു രീതിയിലാണ്. അത് പ്ലേ ചെയ്യുന്നതോടുകൂടെ തന്നെ അതിൻ്റെ നോട്ട്സുകൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സ് ഇവിടെ കാണാം. ഓക്കെ, ക്ലാസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളാണ്. അത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ഈ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മറ്റൊന്ന് തൊട്ടു താഴെ ടെക്സ്റ്റ് ബുക്ക്, ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള നിങ്ങൾക്ക് അതിൻ്റെ ചാപ്റ്റേഴ്സും അതിൻ്റെ PDF ഒക്കെ ഇവിടെ ലഭിക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NIOSൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് വലിയ കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരും. ആ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഗൈഡ് ബുക്സ് നോക്കിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നോട്ട്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. തൊട്ടു താഴെ സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് എന്ന് കാണാം. ഓരോ സബ്ജക്റ്റിൻ്റെ അവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. തൊട്ടു താഴെ അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ എത്ര എഴുതണം, ഓരോ മാർക്കിനും എത്ര വീതം എഴുതണം എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം നമ്പർ 39, 40, 49 വരെയുള്ള ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വീതമാണ് ഉണ്ടാവുക. ഓക്കെ, ദൈർഘ്യമേറിയ ഇത്തരം ക്വസ്റ്റ്യങ്ങൾ ഓരോന്നിനും 400 മുതൽ 500 വാക്ക് വരെ ഉത്തരം എഴുതാം. ഏകദേശം ഒരു A4 ഫുള്ളാവുന്ന രീതിയിൽ, ഒരു പേജ് ഫുള്ളാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതണം എക്സാമിന്. 5 മാർക്കിന് എന്നുള്ളത് അങ്ങനെയാണ് വരുന്നത്.
ഓക്കെ, അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പറാണ് ഇവിടെ റിവ്യൂ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ മലയാളം, ആ ക്വസ്റ്റ്യൻ്റെ മലയാളം വിച്ച് എമംഗ് ദീസ് ഈസ് അട്രിബ്യൂട്ട്സ് ഓഫ് സൊസൈറ്റി, അതിൻ്റെ മലയാളം സമൂഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതാണ്. അതിൻ്റെ ABCD ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം ഉണ്ടാവുക. ആൻസർ D ആണ്. സമൂഹത്തിന് ഇവയൊക്കെ അടിസ്ഥാന ഗുണങ്ങളാണ്. ഓൾ ഓഫ് ദം എന്നുള്ളതാണ്, D ആണ്. ഇങ്ങനെ ഓരോന്നിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ തൊട്ട് താഴെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷണൽ മൊഡ്യൂൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഓപ്ഷണൽ മൊഡ്യൂൾ A സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഓപ്ഷണൽ മൊഡ്യൂൾ B സെലക്ട് ചെയ്യുക. ഓപ്ഷണൽ മൊഡ്യൂൾ Aയും Bയും ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ പുറകെ വന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് അതിൻ്റെ ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. ഇൻഡെക്സ് ഇതാണ് നമ്മുടെ പബ്ലിക് എക്സാമിന് വരുന്ന 60% ചാപ്റ്റേഴ്സ് കാണുന്നത്. ഈ ഒരു 60% ചാപ്റ്റേഴ്സിൽ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, അത് കഴിഞ്ഞ് ഓപ്ഷണൽ മൊഡ്യൂൾ A, ഓപ്ഷണൽ മൊഡ്യൂൾ B, ഇങ്ങനെ പല മൊഡ്യൂളുകളായിട്ടാണ് ചാപ്റ്റേഴ്സിൻ്റെ ഹെഡിങ്ങുകൾ തരം തിരിച്ചിട്ടുള്ളത്. ആ ഓരോ മൊഡ്യൂളിൻ്റെ താഴെ ഓരോരോ ചാപ്റ്റേഴ്സ് വരുന്നതാണ്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അണ്ടറിലായിട്ട് ഇവിടെ ലെസൺ 3, 4, 5, 6 4 ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ആ മൊഡ്യൂളിൻ്റെ പേര് ബേസിക് കൺസെപ്റ്റ് എന്നാണ്. ആ ബേസിക് കൺസെപ്റ്റ്സിൽ 4 ചാപ്റ്റേഴ്സാണ് ടോട്ടലി ഉള്ളത്. ഈ 4 ചാപ്റ്റേഴ്സിനും ടോട്ടലായിട്ട് എക്സാമിന് മാർക്ക് വരുന്നത് 16 മാർക്കാണ് വരുന്നത്. രണ്ടാമത് നോക്കുക, മൊഡ്യൂൾ 2 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ് എന്നുള്ള ആ ഒരു മൊഡ്യൂൾ 2-ന് 4 ചാപ്റ്റേഴ്സിൻ്റെ വരുന്നത്. പക്ഷേ 24 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് എക്സാമിന് നോക്കേണ്ടത് ഏകദേശം ഒരു 50 മാർക്കിന് 50-60 മാർക്കിനുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. മിനിമം നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് പാസ് ഔട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഓരോ മൊഡ്യൂളിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഓപ്ഷണൽ മൊഡ്യൂൾ എന്നുള്ളതാണ്. ഈ ഓപ്ഷണൽ മൊഡ്യൂൾ ഫസ്റ്റ് 6A സ്റ്റേറ്റസ് ഓഫ് വിമൻ, ഈ അതിൽ 2 ചാപ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. 32Aയും 33Aയും. അത് കഴിഞ്ഞ് തൊട്ട് താഴെ 6B എന്നുള്ളത് നമ്മളെ ക്ലാസ് റൂമിൽ നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഓപ്ഷണൽ മൊഡ്യൂൾ ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B പഠിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ സിമ്പിളും നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയത് ഓപ്ഷണൽ മൊഡ്യൂൾ A ആയതുകൊണ്ട് എല്ലാ സബ്ജക്റ്റിലും ഓപ്ഷണൽ മൊഡ്യൂൾ A ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ 32Aയും 33Aയും മാത്രം പഠിച്ചാൽ മതി. ഈ ഒരു 2 ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ മാർക്കുകളില്ല, ഏറ്റവും കുറഞ്ഞ ചാപ്റ്റേഴ്സുള്ള മൊഡ്യൂൾസുകളൊക്കെ സെലക്ട് ചെയ്ത് ഒരു 50-60 മാർക്കിനുള്ളത് നിങ്ങൾ കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതാണ് ഓപ്ഷണൽ മൊഡ്യൂൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഓപ്ഷണൽ മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മുടെ ഞാനത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഓപ്ഷണൽ മൊഡ്യൂൾ A, ഓപ്ഷണൽ മൊഡ്യൂൾ B എന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഓപ്ഷണൽ മൊഡ്യൂൾ A ചെയ്താൽ മതി, B ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണിക്കാം. തൊട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഓപ്ഷണൽ മൊഡ്യൂൾ 2 എന്നുള്ളത് കൊടുത്ത് കൾച്ചർ. ഇവിടെ ഓപ്ഷണൽ മൊഡ്യൂൾ 2 വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുകളിൽ ഓപ്ഷണൽ മൊഡ്യൂൾ 1 വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഓപ്ഷണൽ മൊഡ്യൂൾ 1. ഈ ഓപ്ഷണൽ മൊഡ്യൂൾ 1 സ്റ്റേറ്റസ് ഓഫ് വിമൻ, അതിൽ 7+7 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ മുകളിലും ഓപ്ഷണൽ മൊഡ്യൂളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മറ്റു മാർക്കുകളൊക്കെ അതിലുണ്ടാവും. ഇവിടെ 41ാമത്തെ ക്വസ്റ്റ്യൻ 42, 43, 44, 45, 46, 47, 48A, 48B. ഇവിടെ ഓറ് കൊടുത്തിട്ടുണ്ട്. ഓറ് കൊടുത്തത് നിങ്ങൾ ഒന്നെങ്കിൽ 48A ചെയ്യുക, അതല്ലെങ്കിൽ 48B ചെയ്യുക. ഓക്കെ, 49A, 49B, ഒന്നെങ്കിൽ 49A ചെയ്യുക, അല്ലെങ്കിൽ 49B. ഇങ്ങനെ കഴിഞ്ഞ് വീണ്ടും 41 തുടങ്ങുന്നുണ്ട്. അത് ഓപ്ഷണൽ മൊഡ്യൂൾ 2 ആണ്. അപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ മൊഡ്യൂൾ 2 ആയതുകൊണ്ട് ആൻസർ ചെയ്യുന്നില്ല. മുകളിൽ ഓപ്ഷണൽ മൊഡ്യൂൾ 1 ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഓപ്ഷണൽ മൊഡ്യൂളുള്ളത്. ഓപ്ഷണൽ മൊഡ്യൂൾ കൊണ്ടുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ കുറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ, കൂടുതൽ മാർക്കുകളും ഉണ്ടാവും. ഇപ്പോൾ 2 ചാപ്റ്ററിന് മാത്രം 14 മാർക്കിന്. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ആ ഏരിയയിൽ 7 മാർക്കിന് വന്നു. എൻ്റെ മുകളിൽ വേറെയും 7 മാർക്കിന്, 2 മാർക്കിന്, 3 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ടോട്ടലായിട്ട് 14 മാർക്കിന് വരും. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എല്ലാ സബ്ജക്റ്റിലും അത് ഓപ്ഷണൽ മൊഡ്യൂൾ കാണാൻ പറ്റും. ഇപ്പോൾ ഹിസ്റ്ററിയുടേത് നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് താഴെ ഓപ്ഷണൽ മൊഡ്യൂൾ 6A, അതിൽ 3 ചാപ്റ്ററാണ് വരുന്നത്. 15 മാർക്കിന് വന്നിട്ടുണ്ട്. 30A, 31A, 32A. ഓക്കെ, ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഇവിടെ ഇതാ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതൊക്കെ തൊട്ട് താഴെ ഹിസ്റ്ററിയുടെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഹിസ്റ്ററി, സോഷ്യോളജി. അറബിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അറബിയുടെ ഓരോ മൊഡ്യൂളിൻ്റെ നെയിം, അതിൻ്റെ മാർക്ക്, അതിൻ്റെ ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് മൊഡ്യൂളിൽ 3 ചാപ്റ്റർ വന്നിട്ടുണ്ട്. 17 മാർക്കിന് ടോട്ടലായിട്ട് അവിടുന്ന് വരുന്നതാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ. അറബിയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടില്ല. അറബിയുടെ വർക്ക് ബുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ അറബിയുടെ വർക്ക് ബുക്ക് നോക്കിയിട്ട് അതിൽ ക്വസ്റ്റ്യൻസുകളായിരിക്കും ഉണ്ടാവുക. ആ പ്രധാനപ്പെട്ട ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസുകൾ, ആ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് ഗൈഡ് ബുക്കായിട്ട് അയച്ചു തന്നവരാണെങ്കിൽ അത് തന്നെയാണ് ഇതും. അങ്ങനെ ഈ അറബിക്ക് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ഈ വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സുകൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ അറബിയുടെ ടെക്സ്റ്റ് ബുക്കിൽ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിൽ വിശദീകരണമായിട്ട് ഉറുദു കൊടുത്തിട്ടുണ്ടാകും. ഉറുദു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അറബി നേരെ ചെരിച്ചെഴുത്തായിരിക്കും ഉറുദു ലിപി ഉണ്ടാവുക. അറബി ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള അറബി മാത്രം നോക്കിയാൽ മതി, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് അറബിയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. തൊട്ട് താഴെ ഇവിടെ വന്നിട്ടില്ല, ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ കേസിലോട്ട് വരുമ്പോൾ മലയാളം ഇവിടെ ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ കേസിലോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ടത് ഫസ്റ്റായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ എന്ന് പറയുന്ന വീഡിയോസും കുറച്ച് ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൻ്റെ പുറത്ത് നിന്ന് കുറേ മാർക്കിന് വരും. ഇപ്പോൾ തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ മാർക്സുകൾ വരുന്ന ഏരിയാസുകൾ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 60%, 60% പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പബ്ലിക് എക്സാമിന് വരുന്ന 60% ചാപ്റ്റേഴ്സിൽ ടോട്ടൽ ലെസൺ 16 ആണ്. ഇവിടെ ലെസൺ 3, 4, 7, 8, 9, 10, 12 ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ നോക്കേണ്ടത് വെയിറ്റേജ് ബൈ കണ്ടൻറ്റ് മാർക്സ് ഓരോ മൊഡ്യൂളിന് മാർക്ക് കൊടുത്തത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ പറഞ്ഞ പോയട്രി, പ്രോസ്, ഗദ്യവും പദ്യവും ഉൾപ്പെടുത്തിയിട്ട് 30 മാർക്കാണ് വരുന്നത്. ബാക്കി നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാത്ത 20 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഗ്രാമർ, റൈറ്റിംഗ് സ്കില്ലൊക്കെ നോക്കി 15ഉം 20ഉം, അതുപോലെ ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസ് നോക്കിയിട്ട് 15ഉം. അങ്ങനെ ഏകദേശം കൂടുതൽ മാർക്കുകളും ഇംഗ്ലീഷ് ചാപ്റ്ററിൻ്റെ പുറത്ത് നിന്നാണ്. 30 മാർക്കിന് മാത്രമൊക്കെയാണ് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ്. മുകളിലെ ക്ലാസ്സാണ്. ഇവിടെ തൊട്ട് താഴെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ ഇവിടെ ഡൗൺലോഡ് 1, ഡൗൺലോഡ് 2, 2 സെപ്പറേറ്റ് ആയിട്ടുള്ള 2 തരം ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓരോന്നും അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസറും ഇവിടെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെയാണ് ആൻസേഴ്സ് എന്നുള്ള ഏരിയയിലാണ് ക്വസ്റ്റ്യൻസ്. ടോട്ടലായിട്ട് 39 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് തൊട്ട് താഴെയാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 34 മുതൽ സമ്മറി റൈറ്റിംഗ്, അതിൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ, അതിൻ്റെ അർത്ഥം, ക്വസ്റ്റ്യൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ ബാക്കിലോട്ട് വന്നിട്ട് ഇവിടെ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റേഴ്സ് കണ്ട്
ഇവിടെ കുറച്ച് വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റായിട്ട് ബേസിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ബേസിക് ഇംഗ്ലീഷിൻ്റെ അതിൻ്റെ MP3 നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലാസ് 1, ക്ലാസ് 2 രണ്ട് MP3 ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ ക്ലാസ് 1 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഏത് രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിൻ്റെ WH, വാട്ട്, വെൻ, വിച്ച്, വേർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ്റെ ഓരോ ഐറ്റംസ്, അതുപോലെ തന്നെ തൊട്ടുതാഴെ വാസ്, വേർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ ഐറ്റംസുകൾ, അതിൻ്റെ തൊട്ടതായി ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഏരിയാസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്ത് നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ഏരിയാസുകളാണ് അത്. 2 വീഡിയോ, അതുപോലെ കമ്പൈൻ 2 2 സെൻറ്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക, അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഗ്രാമർ, അതൊക്കെയാണ് ഈ 3 വീഡിയോസുകളിലുള്ളത്. അത് കഴിഞ്ഞ് ക്ലാസ് 4 ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ആണ്. ഓരോ ക്വസ്റ്റ്യനും ഇംഗ്ലീഷിൻ്റെ ഓരോ ക്വസ്റ്റ്യനും വായിച്ച് അർത്ഥം വെച്ച് അതിലെന്തൊക്കെ എഴുതണം എന്നുള്ള കൃത്യമായിട്ട് പറയുന്ന വീഡിയോസുകളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ഉള്ളത്. അതിൽ പാർട്ട് 1, പാർട്ട് 2 സെക്ഷൻ Aയും അതുപോലെ സെക്ഷൻ Bയും. ആ പാർട്ട് 2ൻ്റെ വീഡിയോ 2 സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ക്ലാസ് 5 ഇവിടെ കാണാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിവ്യൂ, ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ഓരോന്നും 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലോട്ട് നിങ്ങൾ കടക്കേണ്ടത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത ആളുകൾക്ക് വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ അക്കൗണ്ടൻസി, ഇതിന് വീഡിയോ ക്ലാസ് മൈ ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ സെപ്പറേറ്റ് ഫുൾ വീഡിയോ ക്ലാസ്സുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓരോ ക്ലാസ് റൂം ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. ഗൈഡ് ബുക്സ് ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ നോക്കാം. ഓരോ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഓരോ മൊഡ്യൂളും അതിൻ്റെ മാർക്സുകളും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കുക. അത് നോക്കിയിട്ട് ആണ് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടത്. അതിൽ പോയിട്ട് വീഡിയോ ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾ ചോദിക്കുക. മാസത്തിൽ ഒരു ഓൺലൈൻ ക്ലാസ്സാണ് ഉണ്ടാവുക. ആ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മൾ ക്ലാസ് അല്ല, നമുക്ക് ഓരോ മാസവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ പറയുന്നത്. ബാക്കി നമ്മുടെ ടൈം ഷെഡ്യൂളിൽ ഒരു മാസത്തിൽ എത്ര ചാപ്റ്ററാണ് തീർക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. അതിനനുസരിച്ച് നിങ്ങളോട് ടൈം ഷെഡ്യൂൾ ചെയ്ത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഇതിന് കൃത്യമായിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്താൽ എങ്ങനെ പോയാലും ഒരു 90 to 80 അല്ലെങ്കിൽ 100% മാർക്കിനെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ, ജസ്റ്റ് പോയി എക്സാം ചെയ്ത് കഴിഞ്ഞാൽ പാസ് ഔട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് പേഴ്സണലി നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.